തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി. DCC സെക്രട്ടറി സജീവൻ കുറിയച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ഞാനും കല്ലൂർ ബാബു ഇരിക്കുമ്പോൾ DC പ്രസിഡന്റ് കയറിയാണ്. ഞങ്ങളായിട്ട് സ്വാഭാവികമായിട്ട് ബഷീർ സംസാരിച്ചു. അതിനുശേഷം അവൻ കയറിപ്പോയി. അത് കഴിഞ്ഞ ഈ 10-20 ആളുകൾ ഇവിടെ സ്ഥിരം ഉള്ളിക്കല്ല ഇത് ഇവിടെ വെച്ചിട്ടാണ്. ഞാനും ബാബുര അവരൊക്കെ വിളിച്ച് വരുത്തി. അവനെ നശിപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ 45 ദിവസം ഈ ഇതിന് ഇലക്ഷന് 24 മണിക്കൂറും വർക്ക് ചെയ്ത ഞാൻ ലീഡേഴ്സൊക്കെ സംസാരിച്ചിട്ട് അവരെത്തും. അത് കഴിഞ്ഞിട്ട് അനാവശ്യമായി DCC പ്രസിഡന്റ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, സംസ്ഥാനത്താകെ UDF തരംഗം അലയടിച്ച തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് അതിദയനീയമായി പിന്തള്ളപ്പെടുന്ന സാഹചര്യം. പിന്നാലെ പലവിധ പ്രശ്നങ്ങൾ തൃശൂർ DCCയിൽ, തൃശൂർ കോൺഗ്രസിൽ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ പരസ്പരം ചേരിതിരിഞ്ഞ് DCC ഓഫീസിനകത്ത് തല്ലുകൂടുന്ന സ്ഥിതി വരെ എത്തി നിൽക്കുന്നു. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്ത്? സ്ഥിതി ശാന്തമാണോ ഇപ്പോൾ? ലക്ഷ്മി, സ്ഥിതി ശാന്തമാണെന്ന് ഒരിക്കലും പറയാനായിട്ടില്ല. തൃശൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് DCC ഓഫീസിൽ എത്തിയിരിക്കുന്നത്. പോലീസിന് പാർട്ടി ഓഫീസിൽ കയറി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പോഴും സംഘർഷഭരിതമാണ് അന്തരീക്ഷം. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള 20-ലധികം ആളുകൾ DCC സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം. DCC പ്രസിഡന്റ് അസഭ്യം പറയുകയും കായികമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളത് ആരോപിച്ചുകൊണ്ട് സജീവൻ കുരിയച്ചിറ ഇപ്പോഴും ഇവിടെ കുത്തിയിരിക്കുന്നു. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ DCC ഓഫീസിനെ 1ാം നിലയിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. 6 മണിയോടുകൂടിയാണ് സംഘർഷമുണ്ടായത്. സജീവൻ കുരിയച്ചിറയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, കോൺഗ്രസ് പ്രവർത്തകനായ സുരേഷ് DCC ഓഫീസിൽ എത്തിയപ്പോൾ ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് ഈ സുരേഷിന് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുകയും സുരേഷിനെ പിടിച്ച് തള്ളുകയും ചെയ്തു. ഈ സമയത്ത് ബാബു കല്ലൂർ എന്നുള്ള മറ്റൊരു DCC ഭാരവാഹിയും സജീവൻ കുരിയച്ചിറയും DCC ഓഫീസിലുണ്ട്. ബഹളം കേട്ട് അവിടേക്ക് എത്തിയപ്പോൾ ജോസ് വള്ളൂർ പറഞ്ഞത് കെ മുരളീധരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തോൽവിക്ക് പിന്നാലെ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾക്ക് പിന്നിലുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചതോ പോസ്റ്ററുകൾക്ക് പിന്നിലുള്ള ആളുകൾ ഇവരൊക്കെയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സജീവൻ കുരിയച്ചിറയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും കായികമായി ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. തുടർന്ന് സജീവൻ കുരിയച്ചിറ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആളുകൾ സംഘടിച്ചെത്തും. കെ മുരളീധരൻ അനുകൂലികൾ, ജില്ലയിലെ കെ മുരളീധരൻ അനുകൂലികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരടക്കമുള്ള ആളുകൾ സംഘടിച്ചെത്തുകയും പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ജോസ് വള്ളൂരിനൊപ്പം DCC പ്രസിഡന്റിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും അടിപിടിയും ഉണ്ടാകുകയായിരുന്നു. സംഘർഷം നിലവിട്ട് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും മറ്റും ആളുകളും ഇവിടേക്ക് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമം നടത്തി. എന്നിട്ടും പ്രവർത്തകരും നേതാക്കളും ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് രൂക്ഷമായ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്. ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. DCC ഓഫീസ് സെക്രട്ടറി വിമൽ അടക്കമുള്ള ആളുകൾ സംഘർഷത്തിൽ പങ്കെടുത്തു. DCC പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇതര വിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായി. കായികമായിട്ടുള്ള രൂക്ഷമായ ആക്രമണങ്ങൾ. ചേട്ടാ, എന്താണ് പറയുന്നത്? അല്ല, ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ TV-യിൽ സംഘർഷം കണ്ടിട്ടാണ് വരുന്നത്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. പാവപ്പെട്ട പ്രവർത്തകർ ജീവനും രക്തമൊക്കെ കൊടുത്ത് കെട്ടിപ്പടുത്താണ് ഈ പ്രസ്ഥാനം, ഈ പാർട്ടി ഓഫീസ്. ഇതിൽ നടത്തിയ അക്രമത്തിനെതിരെ ശക്തമായ നടപടിയുണ്ടോ? ഓക്കെ ലക്ഷ്മി, DCC പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിക്കുകയാണ്. DCC പ്രസിഡന്റും ആളുകളും ഇപ്പോൾ ഈ ഓഫീസിന്റെ 1ാം നിലയിൽ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഒരു വിഭാഗം ആളുകളുടെ മാത്രം വിശദീകരണമാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ DCC പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പ്രതികരണം നടത്തിയേക്കും. അദ്ദേഹം തന്നെയാണ്
അദ്ദേഹം മാധ്യമങ്ങളോട് സംഭവത്തെക്കുറിച്ച് തൃശൂർ DCC ഓഫീസിനകത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യം. DCC പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലാണ് ഈ ഒരു സംഘർഷം അവിടെ നടന്നിരിക്കുന്നത്. DCC സെക്രട്ടറി സജീവൻ കുറിയച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. നമുക്ക് ഇതുവരെയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അവിടെ നിന്ന് കാണുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ഏതായാലും ഇരുവിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് തൃശൂർ DCC ഓഫീസിനകത്ത് കാണാൻ കഴിഞ്ഞത്. കെ വിജയൻ ചേരുന്നു. ലെവിൻ, നേരത്തെ അവിടെ നിന്ന് DCC പ്രസിഡന്റിന്റെ പ്രതികരണം ആരായാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി, പ്രസിഡന്റിനെ കാണാൻ നമ്മൾ നേരിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ മാധ്യമങ്ങളോട് കയർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായല്ല. പക്ഷേ എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കും. ഈ സംഘർഷത്തിൻ്റെ മറുവശം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ മാത്രമാണ് വ്യക്തമാവുക. വലിയ സംഘർഷങ്ങൾക്ക് DCC വേദിയായിട്ടുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങളിലായി ഈ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ആദ്യമായി തൃശൂർ DCC ഓഫീസിന് കെ മുരളീധരന്റെ തോൽവി ഫലമറിഞ്ഞ് തൊട്ടടുത്ത ദിവസം തൃശൂർ DCC ഓഫീസിന് മുന്നിൽ മുൻ MP TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രാജി ആവശ്യപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പോസ്റ്ററുകൾ ഉയർന്നു. ഈ തോൽവിയുടെ മുഖ്യ കാരണക്കാർ ഇരുവരുമാണെന്ന് ആരോപിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസവും ഈ തോൽവിയിലെ കാരണക്കാർ ഇവരാണെന്നും ആരോപിച്ചുകൊണ്ടുള്ള പ്രതികരണമുണ്ടായി. ചേട്ടാ, എന്താണ് സംഭവിക്കുന്നത്? ഇതിലൊരു തർക്കം വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പരിഹാരം ഉണ്ടാവണമെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം ഇടപെടണം. ആ നേതൃത്വം ഇടപെട്ട് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. അദ്ദേഹമാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഹാർട്ട് പേഷ്യൻറ്റും കൂടിയിട്ടാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ഒരു DC സെക്രട്ടറിക്കാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. പ്രസിഡന്റുമായി മുൻ MLA PM മാധവനും KPC ഭാരവാഹികളും പ്രസിഡന്റിൻ്റെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് എന്താണ് നടപടി എന്നുള്ളതും മറ്റും അറിയാൻ പറ്റുള്ളൂ. ഇല്ല, ആസ്പത്രിയിലേക്ക് അത് ആളാണ് തീരുമാനിക്കേണ്ടത്. ആൾക്ക് ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കാം, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നുള്ളൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആൾ മാറും. അതിനൊരു തീരുമാനം ഉണ്ടാവണം. അത് ഇപ്പോൾ PM മാധവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ കെ മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി രാപ്പകലില്ലാതെ ഓടി നടന്ന ഒരു തെറ്റാണ് സജീവൻ കുര്യച്ചിറ ചെയ്തിട്ടുള്ളൂ. മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടി നടന്ന ആൾക്കാണ് ഇത്തരം ഒരു മൃഗീയമായ അനുഭവം, ദയനീയമായ അനുഭവം ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാർട്ട് പേഷ്യൻറ്റും കൂടിയിട്ടാണ് സജീവൻ കുര്യച്ചിറ. അത് ഇവിടെയുള്ള DCCയിലുള്ള ഒരുവിധം എല്ലാ നേതാക്കന്മാർക്കും അറിയാം, പ്രവർത്തകർക്കും അറിയാം. ഇത് വളരെ ദാരുണമായൊരു സംഭവമാണ്. ഇത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. ഇതുവരെ ഇടപെട്ടതായിട്ടുള്ള അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാധവേട്ട അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. PM മാധവൻ ഓടി വന്നിട്ടുണ്ട്. അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തമാണ് ലക്ഷ്മി. PA മാധവൻ തൃശ്ശൂരിലെ മുൻ MLA ആണ്, മുതിർന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സംഘർഷങ്ങൾക്ക് പിന്നാലെ ആ വാർത്തകൾ അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തിയ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. DCC ഭാരവാഹികളും മറ്റും തമ്മിൽ ആണ് സംഘർഷം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മുതിർന്ന നേതാവിനടക്കം വിഷയത്തിൽ ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. ഒരു വശത്ത് പ്രതിഷേധം തുടരുന്നു, മറുവശത്ത് സംഘടിച്ച് ആളുകൾ നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അടക്കം കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് DCC ഓഫീസിന് പിന്നിൽ DCCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. അത്തരം ഈ സംസ്ഥാനത്ത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിധത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ചീഞ്ഞു നാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും ഈ സംസ്ഥാനത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ്. ഒരിക്കൽ കൂടി ഈ സജീവൻ കുര്യച്ചിറയുടെ പ്രതികരണം തേടുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ചേട്ടാ, എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? എന്താണ് ഒരു പരിഹാരം?
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ DCC ഭാരവാഹികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പേടിക്കാതെ കടന്നു വരാനുള്ള അവസരം ഉണ്ടാക്കണം. ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഗുണ്ടാ സംഘമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. രാത്രി 12 മണി 3 മണി വരെ ഇവിടെ ആ പ്രവർത്തനം നടക്കുന്നത്. അത് അവസാനിപ്പിക്കണം. അത് അടിയന്തരമായി നേതാക്കൾ ഇടപെട്ട് ഈ സംഘത്തെ DCC ഓഫീസിൽ നിന്ന് മാറ്റണം. പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന് കാരണമായിട്ട് എന്താണ് കരുതുന്നത്? കേന്ദ്രീയരുടെ അടുത്ത അനുയായിയാണ് താങ്കൾ. പക്ഷേ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഒരു സമാധാനപരമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും പെട്ടെന്നൊരു ദിവസം സംഘർഷം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഞാനും DCC പ്രസിഡന്റുമായി ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ ഒരു 15-20 മിനിറ്റ് മുന്നേ ഇവിടെ നിന്ന് സംസാരം നടന്നതാ. അപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല. ആള് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ ആളുകളെ വിളിച്ചു വരുത്തില്ല. എന്നിട്ടാണ് ഇത് ഇതേമാതിരി ആക്രമിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും വിളിച്ച് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു? എല്ലാ നേതാക്കളും എന്നെ വിളിച്ചത്. ഈ ജില്ലയിലെ മുതിർന്ന നേതാക്കളും KPCCയുടെ ഭാരമായി എന്നെ വിളിച്ച് ഞാൻ അവരോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇടപെട്ട് അതിനൊരു തീരുമാനം എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഞാൻ അവിടെ ഇരിക്കും. സജീവൻ കുര്യച്ചിറ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഒരു പരിഹാരമുണ്ടാകുന്നോടം വരെ, ഒരു പ്രശ്നമുണ്ടാകുന്നോടം വരെ, ഇവിടെ ഒരു തീരുമാനമുണ്ടാകുന്നോടം വരെ, ഇവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നോടം വരെ കുത്തിയിരിക്കുമെന്ന് തന്നെയാണ്. എന്താ അദ്ദേഹം അത്തരത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ സജീവൻ കുര്യച്ചിറയുമായും DCC പ്രസിഡന്റുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PA മാധവൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, DCC ഓഫീസിൽ എത്തിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളതടക്കം ഈ DCC പ്രസിഡന്റിനെ അറിയിച്ച് അതിനുശേഷം ഈ പ്രശ്നത്തിനൊരു രമ്യമായ ഒരു പരിഹാരം കാണാനുള്ള ശ്രമമാണ്. ലെവിൻ അവിടെ തുടരുക, അവിടുത്തെ വാർത്തകൾ തത്സമയം അറിയിക്കുക. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനാകെ അപമാനകരമായ ഒരു സംഭവ വികാസമാണിപ്പോൾ തൃശൂർ DCC ഓഫീസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റും DCC പ്രസിഡന്റും സെക്രട്ടറിയും പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. DCC സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു. പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ആരോപിച്ചിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. DCC ഓഫീസിന് പുറത്ത് പോലീസ് സന്നാഹമുണ്ട്. ഇപ്പോഴും അവിടെ സ്ഥിതി ശാന്തമായിട്ടില്ല. തൃശ്ശൂരിൽ മുരളീധരൻ അതിദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യത്തിൽ, അതും സംസ്ഥാനത്ത് UDF തരംഗം അലയടിക്കുന്ന ഒരു സമയത്ത് മുരളീധരൻ അങ്ങനെ അതിദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനു പിന്നാലെയാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം.